അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ പുണ്യമാസത്തിലെ റമദാൻ ഇതാ നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം നമുക്ക് റമദാൻ നോയമ്പെടുക്കാൻ വേണ്ടി. ഞാൻ വളരെ സന്തോഷവതിയാണ്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ നോയമ്പെടുത്തിരുന്നു. 30 ദിവസവും ഞാൻ എടുത്തിരുന്നു. എന്നാൽ അന്ന് ഞാൻ മുസ്ലിം അല്ലായിരുന്നു, ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു, റോമൻ കാത്തലിക്. പക്ഷേ എല്ലാവരും എടുത്തപ്പം ഞാനും എടുത്തു. പക്ഷേ എനിക്കന്ന് നിസ്കരിക്കാനൊന്നും ശരിക്കും അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ ഇതേപോലെ തന്നെ ഫേസ്ബുക്കിൽ ഞാൻ നിങ്ങളുടെ ഞാനും നോയമ്പെടുക്കാൻ പോണു എന്ന് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ആണ് എനിക്ക് ഖുറാനും വളരെയധികം ബുക്സുകളൊക്കെ എനിക്ക് അയച്ചു കിട്ടിയതും അതെല്ലാം എനിക്കിരുന്ന് പഠിക്കാനുമുള്ള സമയം അള്ളാഹു എനിക്ക് തന്നു. എന്നാൽ ഈ നോയമ്പ് എടുക്കാൻ ദിവസം അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. എല്ലാം മാറി. ഇന്ന് ഞാൻ സത്യമായിട്ടും എൻ്റെ ലൈഫിൽ ഞാൻ സെറ്റിലാണ്. ഞാൻ സമാധാനം എന്താണെന്നറിഞ്ഞു, സന്തോഷം എന്താണെന്നറിഞ്ഞു. എനിക്കൊന്നും ടെൻഷനില്ല, ഒന്നിനെപ്പറ്റി ഉത്കണ്ഠയില്ല, ഒന്നും. ഐ എം റിയലി ഹാപ്പി. 30 ദിവസത്തെ നോയമ്പ് ഇത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് അല്ലാഹു കൽപ്പിച്ചിട്ടിരുന്നതായിരുന്നു. പഴയ നിയമം വായിച്ചു നോക്കിയാൽ നമ്മൾക്കത് മനസ്സിലാകും. പഴയ നിയമത്തിൽ എല്ലാവരും ആദം തൊട്ട് ഇബ്രാഹിം, മോസ, നോഹ, ദാവീദ്, യേശയ്യ, യാക്കോബ്, അങ്ങനെ എല്ലാവരും ഉപവാസം അനുഷ്ഠിച്ചു വന്നവരാണ്. എന്നാൽ അത് ജീസസ് വരുന്നതുവരെ. ജീസസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ നോയമ്പുകളൊക്കെ ചിതറിപ്പോവുകയും വിശ്വാസങ്ങൾ തന്നെ മാറിപ്പോവുകയും ചെയ്തു. എന്നാൽ അന്നും ഇന്നും ഉപവാസം അനുഷ്ഠിച്ചു വന്നിരുന്നവർ ഇസ്ലാംകാർ മാത്രമാണ്. ജീസസ് വന്നതിന് ശേഷം ദൈവത്തിൻ്റെ നിലപാട് തന്നെ മാറി. ആദം നബി തൊട്ട് ജീസസ് വരെയുള്ളവർ എല്ലാം 1,00,000-ലേറെ പ്രവാചകന്മാർ നമ്മുടെ ഭൂമിയിൽ അള്ളാഹു അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും നമ്മളെ, ജീസസ് ഉൾപ്പെടെ നമ്മൾ പഠിപ്പിച്ചിരുന്നത് ഏകദൈവത്തെ മാത്രമാണ്. ഒരു ദൈവം എന്ന് മാത്രമാണ് ജീസസ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ കുറേ ആൾക്കാർ യേശുവിനെ അങ്ങ് ദൈവമാക്കി മാറ്റി. അതുപോലെ തന്നെ അള്ളാഹുവിനെ ത്രിയേക ദൈവവുമാക്കി. അങ്ങനെ നമ്മളുടെ ആ വിശ്വാസങ്ങളൊക്കെ ചിതറിക്കപ്പെട്ടു. അതുപോലെ തന്നെ നോയമ്പ് നോക്കുന്നത് ഇറച്ചി മീനും കഴിക്കാതെയുള്ള നോയമ്പ്. ഇറച്ചി മീനും കഴിക്കുന്നില്ല, എന്നാൽ എന്ത് ഭക്ഷണവും ഏത് നിമിഷവും എപ്പോഴൊക്കെ വേണമെങ്കിലും കഴിക്കാം. ഇതല്ല യഥാർത്ഥ നോയമ്പ്. യഥാർത്ഥ നോയമ്പ് എന്ന് പറയുന്നത് ഇസ്ലാമിലാണ്. ഇസ്ലാമാണ് ശരി എന്ന് ഞാൻ പറയുന്നു. കാരണം ഞാൻ വളരെ വർഷങ്ങളായിട്ട്, ഉടനെ പെട്ടെന്നൊന്നും വന്നതല്ല, വർഷങ്ങളായിട്ട് ആരാണ് യഥാർത്ഥ ദൈവം എന്ന് അറിയാൻ വേണ്ടി തേടി അലയുകയായിരുന്നു. അമ്പലങ്ങളെല്ലാം പോയി, പള്ളികളെല്ലാം പോയി. ലാസ്റ്റ് എൻ്റെ ആ യാത്ര വന്നവസാനിച്ചത് ഇസ്ലാമിലാണ്. യെസ്, ഇസ്ലാമിലാണ് ഞാൻ അള്ളാഹുവിനെ കണ്ടത്. നേരിൻ്റെ പാത, സത്യത്തിൻ്റെ പൂർണ്ണത, ഇതെല്ലാം ഇസ്ലാമിലാണ്. അള്ളാഹു നമുക്ക് 4 വേദഗ്രന്ഥങ്ങൾ അയച്ചിരുന്നു. മോശ കൊടുത്ത തൗറത്ത്, ദാവീദിന് കൊടുത്ത സബൂർ, ജീസസിന് കൊടുത്ത ഇഞ്ചിൽ അഥവാ സുവിശേഷം, മുഹമ്മദ് നബിക്ക് കൊടുത്ത ഖുർആൻ. ഈ 4 വേദപുസ്തകങ്ങളും നമ്മൾ വിശ്വാസികൾ വായിക്കേണ്ടതാണ്. ഒരു വേദഗ്രന്ഥം മാത്രം വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകില്ല. നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും ആൻഡ് ദ ലാസ്റ്റ് ടെസ്റ്റ്മെന്റ്, അതാണ് ഖുർആൻ. ഈ 4 പഴയ നിയമവും പുതിയ നിയമവും ലാസ്റ്റ് നിയമവും നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അള്ളാഹുവിനെ പറ്റി നല്ല ആഴത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. ആരാണ് അള്ളാഹു? എന്താണ് സത്യം? സത്യത്തിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഖുറാനിലെത്തണം, നിങ്ങൾ ഇസ്ലാമിലെത്തണം. എന്താണ് നിങ്ങൾ സത്യം മനസ്സിലാക്കാത്തത്? സത്യം അറിഞ്ഞിട്ട് എന്തേ നിങ്ങൾ അറച്ചു നിൽക്കുന്നത്? ജീസസ് തന്നെ പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളോട് വളരെയേറെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാനുണ്ട്, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ പോയി കഴിയുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ അധികാരിയെ നിങ്ങളിലോട്ട് അയക്കും. ഈ ലോകത്തിൻ്റെ അധികാരിയുടെ മേൽ
പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അള്ളാഹുവിനെ പറ്റി, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും എല്ലാം കേൾക്കുന്നത് മാത്രം നമ്മളോട് സംസാരിക്കും. എന്നാൽ ഈ സത്യം മനസ്സിലാക്കാൻ ഇന്ന് പലർക്കും അത് താല്പര്യമില്ല. അതാണ് നമ്മുടെ സാക്ഷാൽ പ്രൊഫറ്റ് മുഹമ്മദ് നബി, പീസ് ബി അപ്പോൺ ഹിം, ഇനിയും യേശുവിനെ പഠിപ്പിക്കാനുണ്ടാകുന്ന പറഞ്ഞ കാര്യങ്ങളും ആണ് നമ്മളെ മുഹമ്മദ് നബി ഖുറാനിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഖുറാൻ മുഹമ്മദ് നബിക്ക് വെളിപ്പെട്ടത് തന്നെ ഈ റമദാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് ഈ റമദാൻ പുണ്യമാസമായിട്ട്. അതുപോലെ തന്നെ ഈ ഫാസ്റ്റിംഗ്, ഈ നോയമ്പ് മാനവർക്കായിട്ടുള്ളതാണ്, അല്ലാതെ മുസ്ലിം ആൾക്കാർക്കുമായിട്ടുള്ളതല്ല. ഇസ്ലാം, ഒരു മുസ്ലിമിനെ കണ്ട് നമ്മൾ ഇസ്ലാമിനെ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. കാരണം ഇന്നിപ്പോൾ ഞാൻ ഈ കറുത്ത ഹിജാബ് ഇട്ടാൽ ഞാൻ ഒരിക്കലും ഒരു മുസ്ലിം സ്ത്രീ ആകുന്നില്ല. മുസ്ലിം സ്ത്രീ ആണെങ്കിൽ ഇസ്ലാമിൽ കുറേ നിയമചട്ടങ്ങളൊക്കെ ഉണ്ട്, അത് ഫോളോ ചെയ്യണം. ഖുറാനെ ഫോളോ ചെയ്യുന്നതാണ് യഥാർത്ഥ മുസ്ലിമിൻ്റെ പേരായിട്ട് മുഹമ്മദ് അഷറഫ്, മുഹമ്മദ് റഷീദ്, മുഹമ്മദ് അബ്ദുൾ എന്ന് പേരിട്ടാലും ഒരാൾ മുസ്ലിം ആകുന്നില്ല. അവൻ്റെ സൽക്കർമ്മങ്ങൾ, അവൻ്റെ ഡീഡ്സ്, അതാണ് എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം എന്നുള്ളതാണ് ഖുറാൻ. എങ്ങനെയായിരിക്കണം ഇസ്ലാം. എന്താണ് ഇസ്ലാം? ഇസ്ലാം ഒരു മതമേ അല്ല. ഇസ്ലാം എന്ന് വെച്ചാൽ ഒരാൾ സ്വന്തമായിട്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന് സമർപ്പിക്കുന്നതാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഈ നോയമ്പ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഈ മാനവർക്ക് വേണ്ടിയുള്ളതാണ് ഈ നോയമ്പ്. അമുസ്ലിം ആയിരുന്ന ഞാൻ 30 ദിവസത്തെ നോയമ്പെടുത്തു. ഒന്നും അറിയില്ല, ഇസ്ലാമിനെ കുറിച്ച് അധികം ഒന്നും അറിയാതെ തന്നെ ഞാൻ 30 ദിവസം നോയമ്പെടുത്തപ്പോൾ തന്നെ എൻ്റെ ജീവിതം തന്നെ മാറി, ജീവിതം സെറ്റിലായി. ഞാൻ നിങ്ങൾക്കൊരു ടെസ്റ്റ് മണിയാണ്, എന്നെ വിശ്വസിക്കും. സമാധാനം, സന്തോഷം ഒക്കെ ഒരു നേരിൻ്റെ പാതയിൽ വന്നതുപോലെ തന്നെ. ഐ ആം ഓൾസോ സോ കംഫർട്ടബിൾ വിത്ത് ദിസ് ഡ്രസ്. ഇതിനു മുമ്പ് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, പറഞ്ഞു തരാനും ആരില്ലായിരുന്നു, ആരും സത്യം പറയാനോ ആരും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. നമ്മളുടെ അറിവില്ലായ്മയല്ല അല്ലാഹു ക്ഷമിക്കും. ഇപ്പോൾ എനിക്ക് പറഞ്ഞു വരേണ്ടത് നോയമ്പിനെ കുറിച്ചാണ്. മുസ്ലിംസിന് എല്ലാവർക്കും അറിയാം നോയമ്പ് എന്താണെന്നും നോയമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് മുസ്ലിംസിന് വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും, മാനവർക്ക് വേണ്ടി, ഹിന്ദുസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ആർക്ക് വേണമെങ്കിലും ഈ നോയമ്പെടുക്കാം. പക്ഷേ ഈ നോയമ്പ് ഏകദൈവത്തെ മാത്രം വിശ്വസിക്കുന്ന ഒരാൾക്കാണ്. വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരാൾക്ക് ഈ നോയമ്പിൽ പങ്കെടുത്തിട്ട് അത് അസാധുവാകുകയുള്ളൂ. ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. നിങ്ങൾ ഈ നോയമ്പൊന്ന് എടുത്തു നോക്കൂ. പക്ഷെ ഒരു കാര്യം, കലീമ ചെല്ലണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നു മുതൽ ഞാൻ ഈ സർവവും സൃഷ്ടിച്ച ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുള്ളൂ. ഇനിമേൽ ഞാൻ ഒരു വിഗ്രഹത്തെയും ആരെയും ആരാധിക്കില്ല. അതാണ് അള്ളാഹു, സർവശക്തനായ ദൈവം. എൻ്റെ വർഷിപ്പും എൻ്റെ പ്രേസും എല്ലാം എൻ്റെ അള്ളാഹുവിന് മാത്രം. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി. അതായത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായി എല്ലാവരും നമ്മൾ വിശ്വസിക്കുന്നു. ജീസസ് നമ്മളെ ഒരുപാട് വചനങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് പറയുന്നത് തന്നെ. ഈ ജീസസ് പഠിപ്പിച്ചു തന്ന വചനങ്ങൾ പഠിച്ചാൽ ആ വചനത്തിൽ കൂടി നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് എത്താൻ കഴിയും. അതുകൊണ്ട് ഞാനിപ്പോൾ മുസ്ലിംസിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് നോയമ്പെടുക്കണമെങ്കിൽ രാവിലെ 3:30 എഴുന്നേറ്റ് എന്തെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കുക. ഈ ഭക്ഷണം വളരെ അനുഗ്രഹമുള്ള ഒരു ഭക്ഷണമാണ്. ഈ ഭക്ഷണം കഴിക്കാതെ 4:30 നോയമ്പ് സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ 4:30 മുമ്പ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കണം, മസ്റ്റാണ്. അത് വളരെ അനുഗ്രഹമുള്ള ഭക്ഷണമാണ്. ഏത് ഭക്ഷണവുമാകാം. എന്നിട്ട് 4:30 നമ്മൾ പ്രാർത്ഥന നിസ്കരിക്കുക. നിസ്കരിച്ചിട്ട് നമുക്കിഷ്ടമുള്ള
ആവശ്യങ്ങൾ നമുക്ക് ഈ 30 ദിവസവും നമുക്ക് വെക്കാം. ഓരോ ദിവസവും നമ്മൾ രാവിലെ നമുക്ക് ഓരോ ആവശ്യങ്ങൾ നമുക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഫാസ്റ്റിംഗ് തുടങ്ങുന്നു. അപ്പോൾ ആദ്യത്തെ നിസ്കാരം കഴിഞ്ഞു. പിന്നെ ലൊഹർ 12 മണിക്കൂർ നിസ്കാരമുണ്ട്. അത് കഴിഞ്ഞ് 4 മണിക്കൂർ പിന്നെ അസർ 4 മണിക്ക് 4 മണി കറക്റ്റ് ടൈമല്ല ഞാൻ പറയുന്നത്. 4 മണിക്ക് അസറുണ്ട്. ഒരു 6:15 ആകുമ്പോഴത്തേക്കും മഗ്രിബുണ്ട്, ഒരു നിസ്കാരമുണ്ട്. പിന്നെ ഇഷ 6:15 നമ്മളുടെ ഫാസ്റ്റിംഗ് തീരും. ആ ഫാസ്റ്റിംഗ് തീരുന്ന ആ സമയത്തുള്ള ഭക്ഷണവും നമ്മൾ മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം. അതും അനുഗ്രഹമുള്ള ഭക്ഷണമാണ്. ഈ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് വെള്ളമോ ഫുഡോ ശാരീരിക ബന്ധമോ ഹസ്ബൻഡും വൈഫായിട്ടുള്ള ശാരീരിക ബന്ധമോ പാടില്ല 6:15 വരെ. ഹസ്ബൻഡും വൈഫും ഉള്ള ശാരീരിക ബന്ധം ഈ നോയമ്പ് ഈ 4:15 ഈ 6:15 ഇടയ്ക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ? 1 മാസവും കൂടെ അവർക്ക് ഉപവസിക്കണമെന്നാണ്. അത്രയ്ക്ക് സ്ട്രിക്റ്റാണ് എന്ന് ഭാര്യയോടും ഭർത്താവിനോടും ആണെങ്കിൽ, അല്ലാതെ തെറ്റ് ചെയ്യുന്നവർക്ക് എന്തു വലിയ ശിക്ഷയായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഭാര്യനെ ഒന്ന് കിസ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് നബി പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവന് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രം, അതിര് കവിഞ്ഞ് കൺട്രോൾ പോകാൻ പാടില്ല. ഒന്ന് എംബ്രേസ് ചെയ്യുന്നതിൽ തെറ്റില്ല, ഒരു കിസ് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അവിടെ ഒരു നമ്മുടെ ഒരു ഇമോഷനും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്നാണ് നബി നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വായിൽ തുപ്പിലുണ്ടെങ്കിൽ അത് തുപ്പിക്കളണം അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾക്കിപ്പോൾ സാധാരണ നമുക്കിപ്പോൾ വായിൽ തുപ്പിൽ വന്നാലും അത് എടുക്കുന്നതിലും അങ്ങനെ തെറ്റില്ല എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മമാരെ ഭക്ഷണം ഉണ്ടാക്കുമ്പം ഉപ്പുണ്ടോ എന്നൊക്കെ തൊട്ട് നോക്കുന്നു. അത് തൊട്ടിട്ട് പറഞ്ഞ തുപ്പിക്കളുടെ ആവശ്യമില്ല. അതൊന്ന് രുചിച്ച് നോക്കുന്നതിൽ തെറ്റില്ല എന്ന് നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആനിൽ. ഫാസ്റ്റിംഗ് തുടങ്ങുമ്പോൾ മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഫാസ്റ്റിംഗ് അത് സക്സസ് ആവണമെങ്കിൽ നമുക്ക് ആരോടും വൈരാഗ്യം ഉണ്ടാകാൻ പാടില്ല. ആരെങ്കിലും ആയിട്ട് പിണക്കമുണ്ടെങ്കിൽ അവരുമായിട്ട് കോംപ്രമൈസ് ആവുക. സുഖമല്ലേ എന്നൊരു വാക്ക് നിങ്ങൾക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അയച്ച് നിങ്ങൾക്ക് അവരോട് വിരോധമില്ല എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം നിങ്ങൾ നോയമ്പിലോട്ട് വരിക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ നോയമ്പ് സക്സസ് ആവുകയുള്ളൂ. നമ്മൾ നോയമ്പ് തുറക്കാൻ സമയത്ത് 6:15 നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നോയമ്പെടുത്ത ഓരോ വ്യക്തിക്കും കൂടെ നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി എടുത്ത നോയമ്പിൻ്റെ അത്രയും പുണ്യവും കൂടെ ആ വ്യക്തി കിട്ടുന്ന അതേ അനുഗ്രഹവും നമുക്കും കിട്ടും. മറ്റൊന്ന്, ഈ റമസാൻ മാസം എന്ന് പറയുന്നത് ഒരിക്കലും ഫുഡ് ഫെസ്റ്റിവൽ അല്ല. വളരെ ലളിതമായിട്ട് തന്നെ ഭക്ഷണം എന്ന് പറയുന്നത് ഇറച്ചി മീനും കഴിക്കണം എന്നല്ല പറയുന്നത്. ഒരു 2 കറി 3 കറി അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വിശപ്പടക്കാണല്ലോ അത്ര. അതുപോലെ തന്നെ ഡ്രസ്സ് വാങ്ങിക്കുക. നമുക്ക് ഉടുപ്പില്ല, നമുക്ക് ഫെസ്റ്റിവലിന് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കുന്നത് ഈ നോയമ്പിൻ്റെ അവസാനത്തെ 10 ദിവസം വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. ഭയങ്കര അനുഗ്രഹങ്ങളുടെ പൂമഴയായിട്ടുള്ള ആ 10 ദിവസങ്ങളിൽ നമ്മൾ കൂടുതലും ഖുർആൻ വായിക്കുകയും നിസ്കരിച്ചും വളരെ ഏകാഗ്രതയോടെ കൂടുതലും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഇരിക്കുക. ഈ സമയം നിങ്ങൾ ഷോപ്പിങ്ങിനായി സമയം കളയരുത്. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുക. ഇനി നമുക്ക് ചാരിറ്റി, ഈ സമയത്താണ് നമുക്ക് ചാരിറ്റിയൊക്കെ ചെയ്യുന്നത്. ഒരുപാട് കാശുണ്ട്. പിന്നെ ഒത്തിരി ബഗേഴ്സൊക്കെ നമുക്ക് കാണും. ഇവർക്കൊരിക്കലും നിങ്ങൾ ക്യാഷ് കൊടുക്കാൻ പാടില്ല, ക്യാഷ് കൊടുക്കരുത്. കാരണം അവർ മാഫിയയുടെ സംഘത്തിൽപ്പെട്ടവരാണ്, നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ ക്യാഷൊക്കെ അവർ കൊണ്ട് അവർക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വിശ്വാസികൾ നമ്മൾ ചെയ്യേണ്ടത് അന്നദാനം. എന്തെങ്കിലും ഇപ്പോൾ ഫുഡ് പാർസൽ വാങ്ങി ആ ഭിക്ഷക്കാരന് കൊടുക്കുക. പാവപ്പെട്ടവനോ ഭിക്ഷക്കാരനോ ആർക്ക് വേണമെങ്കിലും. അതുപോലെ തന്നെ മുഹമ്മദ് നബി പഠിപ്പിച്ചിരിക്കുന്നത് ആദ്യം നമ്മുടെ കുടുംബത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ റിലേറ്റീവ്സ് എത്ര പേരുണ്ട് അസുഖമായിട്ടൊരു മരുന്ന് വാങ്ങിക്കാൻ കഴിവില്ലാത്തവരുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ കാശില്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആദ്യം ക്ഷേമം അന്വേഷിക്കുക, അവരെ സഹായിക്കുക. അതിനുശേഷം പുറത്തുള്ളവർക്കും അയൽക്കാർക്കൊക്കെ നമ്മളാൽ കഴിയുന്നത് നമ്മുടെ ഒരു ആർഭാടം കുറച്ചിട്ട് അതിൽ നിന്നുള്ളത് മറ്റുള്ളവരെ സഹായിക്കുക. എല്ലാ വിശ്വാസികൾക്കും അറിയാം, നോയമ്പിൻ്റെ ഈ 30 ദിവസം നമ്മൾ ആദ്യം നിയത്ത് വെക്കും രാവിലെ, നമ്മുടെ ഒരു ആവശ്യം അല്ലേ? എല്ലാ വിശ്വാസികളുടെയും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉത്കണ്ഠകളും ആവശ്യങ്ങളും അള്ളാഹു അറിയുന്നു. അതുകൊണ്ട് നമ്മൾ മുസ്ലിംസ് മറ്റുള്ളവർക്ക് വേണ്ടി ഉപവസിച്ചാൽ നമുക്ക് അതിൻ്റെ ഇരട്ടി പുണ്യം കിട്ടില്ലേ? യെസ്. ഇന്ന് അറേബ്യൻ കൺട്രീസിൽ
ഒരുപാട് നമ്മുടെ സഹോദരി സഹോദരന്മാർ ട്രാപ്പിൽപ്പെട്ട് ബന്ധനത്തിൽ കഴിയുന്നവരുണ്ട്. അവരുടെ പാസ്പോർട്ട് അവരുടെ സ്പോൺസർ കൈക്കലാക്കിയിട്ട് അവരെ വിടാതെ അവരുടെ സ്വന്തം സ്വദേശത്തേക്ക് അയക്കാതെ അവരെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് എത്തിച്ചേരാൻ കഴിയാതെ വിഷമിക്കുന്ന വർഷങ്ങളായി കഴിയുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ പല രാജ്യങ്ങളിൽ, ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. ചിലരൊക്കെ സ്പോൺസറിൻ്റെ കയ്യിൽ കൊണ്ട് പാസ്പോർട്ട് കൊണ്ട് കൊടുത്തിട്ട് അവിടെ ജോലിക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ആ ഒരു ടോർച്ചർ കാരണം കൊണ്ടാകാം, അല്ലെങ്കിൽ ശമ്പളം കുറഞ്ഞുകൊണ്ടാകാം, അവർ ആ കമ്പനിയിൽ നിന്ന് പുറത്തു ചാടും. വേറെ അടുത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്ത് പറ്റി, അവർ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് ഇങ്ങോട്ട് നാട്ടിലോട്ട് വരണമെങ്കിൽ ഇയാൾ പാസ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഇയാളുടെ അടുത്തുനിന്ന് ഓടിപ്പോയതല്ലേ, അപ്പം അങ്ങനെ കേസായി, പിന്നെ ജയിലിലായി, അങ്ങനെ ഒത്തിരി ട്രാപ്പിൽപ്പെട്ട് നമ്മുടെ സഹോദരി സഹോദരന്മാർ ലോകത്തിൻ്റെ പല കോണുകളിലുണ്ട്. അപ്പം അവർക്ക് വേണ്ടി നിങ്ങളുടെ ഒരു ദിവസത്തെ നോയമ്പ് നിയത്ത് വയ്ക്കുക. അവർക്ക് റിലീസ് കിട്ടി, അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് വന്ന് ഈ റംസാൻ അവർക്ക് വരാനുള്ള കൃപ കൊടുക്കണമെന്ന് ഒരു ദിവസത്തെ നോയമ്പ്. മറ്റൊരു നോയമ്പ് ജയിൽ പുള്ളികളുടെ മാനസാന്തരം. ഇന്ന് ജയിലിൽ ഒത്തിരി നിരപരാധികളും ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇന്ന് സത്യങ്ങളെല്ലാം വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. എല്ലാവരുടെയും കെട്ടുകഥകൾ ഇത് ഇപ്പോൾ എല്ലാം ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിരപരാധികളുടെ അവരുടെ സത്യങ്ങളും പുറത്തെറിഞ്ഞ് അവർക്ക് റിലീസ് കിട്ടാൻ, അവരുടെ സത്യങ്ങൾ അറിഞ്ഞ് അവരെ ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി ഒരു ദിവസത്തെ നിയത്ത്. ഇന്നൊരു നിയത്ത് അനാഥ കുട്ടികൾക്ക് വേണ്ടി ഒരു നിയത്ത്. പിന്നെ വേറൊരു ദിവസം വൃദ്ധജനങ്ങൾക്ക് വേണ്ടി നിയത്ത്. ഇന്ന് പലരും വൃദ്ധജനങ്ങളെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ കൊണ്ടുവിടുകയാണ്. മാതാപിതാക്കളെ നോക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ മക്കൾക്ക്. നമ്മളെ കൊച്ചിലേ തൊട്ട് വളരെ വളരെ ചെറുപ്പത്തിൽ 9 മാസം 10 മാസം വയറ്റിട്ട് വളർത്തിക്കൊണ്ടുവന്ന് ഓരോ ഭക്ഷണം നമ്മുടെ അമ്മ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നു. അപ്പൻ ജോലി ചെയ്താലല്ലേ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് തനിയെ നമ്മളെ ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പനും തുല്യ അവകാശമുണ്ട്. അപ്പൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വിയർത്ത് വെളിയിൽ പോയി പലരുടെയും ചീത്ത വാക്കും എല്ലാം കേട്ട് പലരുടെയും മുമ്പിൽ തല കുനിച്ചൊക്കെയാണ് ആ ശമ്പളം വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നത്, ഇല്ലേ? അത് വെച്ച് അതുപോലെ പ്രൊവിഷനൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. അന്നേരമാണ് അമ്മ നമുക്ക് എല്ലാം കുക്ക് ചെയ്ത്, അല്ല അമ്മ തന്നെയാണോ പ്രൊവിഷനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്? ഒരിക്കലും അല്ലേ. അപ്പൻ കൊണ്ട് വാങ്ങിച്ച് കൊടുത്താലല്ലേ അമ്മയ്ക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അന്ന് മുതൽ അമ്മ നമ്മുടെ ഡ്രസ്സ് കഴുകി നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നു, നല്ല രുചിയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന ആ അമ്മമാർക്ക് അവർ വൃദ്ധരായി കഴിയുമ്പോൾ അവരെ നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. മുഹമ്മദ് നബി പീസ് ബി അപ്പോണിയും പഠിപ്പിച്ചിരിക്കുന്നത്, മാതാപിതാക്കളോട് നിങ്ങൾ ഛേ എന്നൊരു വർഷം പോലും നിങ്ങൾ പറയാൻ പാടില്ല. അവരെ നോക്കേണ്ട കടമ നിങ്ങൾ കുട്ടികൾക്കാണ്. അവരെ വൃദ്ധസദനത്തിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോക ജീവിതം ഒരു ടെമ്പററിയാണ്, നിങ്ങളുടെ ജീവിതം നരകത്തിലായിരിക്കും. അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആരും ഇങ്ങോട്ട് ഒന്നും കൊണ്ടുവന്നില്ല. പക്ഷെ നമുക്ക് കുറേ ഉത്തരവാദിത്വങ്ങളും കടമയുണ്ട്. ആ കടമ നമ്മൾ നിർവഹിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ ആദ്യത്തെ സ്ഥാനം കൊടുക്കുക ആർക്കാണ്? മുഹമ്മദ് നബിയോട് ഒരാൾ ചോദിച്ചു, ആദ്യത്തെ റെസ്പെക്റ്റ് ബഹുമാനം ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചപ്പോൾ അമ്മയ്ക്കെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തതോ അമ്മയ്ക്ക്, മൂന്നാമത്തതോ അമ്മയ്ക്ക്, നാലാമതാണ് അപ്പനോടത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും നമ്മൾ അമ്മേനെ എന്ന് പറഞ്ഞാൽ അപ്പനെ ഒഴിവാക്കണമെന്നല്ല, നമ്മൾ അത്രയും ബഹുമാനം ഒരിക്കലും നമ്മൾ അമ്മേനോ അപ്പനോ ഉപേക്ഷിക്കാൻ പാടില്ല. അവരോട് ഉത്തരവാദിത്വം നമ്മൾ കണ്ണടയ്ക്കാനും പാടുള്ളതല്ല. പിരിഞ്ഞു പോയ അനേകം ദമ്പതികൾ ഉണ്ട്. അവർക്ക് തിരിച്ചു കൂടണമെന്നുമുണ്ട്. പക്ഷേ സാഹചര്യം അല്ലെങ്കിൽ ശൈത്താൻ അവരെ അനുവദിക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു ദിവസം നമ്മൾ നോയമ്പെടുക്കുക. അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയല്ല. നമ്മുടെ പ്രാർത്ഥന നമുക്കൊന്നും പ്രാർത്ഥിക്കേണ്ട. അല്ലാഹുവേ, എൻ്റെ കാര്യങ്ങളെല്ലാം നിനക്ക് സമർപ്പിക്കുന്ന അല്ലാഹുവേ, നീ എവിടെ നിന്നെല്ലാം എനിക്ക് നന്മയ്ക്കാക്കി മാറ്റിത്തരണമേ, ഇത് മാത്രം പറഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ ദിവസവും ഒന്ന് എടുത്തു നോക്കിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി നോയമ്പെടുത്ത് നോക്കിക്കും. പിന്നെ ആശുപത്രിയിൽ രോഗികളായി കഴിയുന്നവരുണ്ട്. രോഗികൾക്ക് വേണ്ടി, ജീവന് വേണ്ടി മല്ലിട്ട് ICUയിൽ കഴിയുന്നവരുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി പേര് നമ്മുടെ ന്യൂ ജനറേഷൻ നശിപ്പിക്കാനായിട്ട് കുറേ പേര് കഞ്ചാവും ഡ്രഗ്സും എന്തൊക്കെയോ പരിപാടികളൊക്കെ ആയിട്ട് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കേണ്ട, അവർക്ക് വേണ്ടി നോയമ്പെടുക്കുക. അങ്ങനെയുള്ള ആ തിന്മകൾ വേരോടെ മാറിപ്പോകാനായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന്. അപ്പം ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഒരു ദിവസം നോയമ്പെടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കല്യാണം നടക്കാത്തവരുണ്ടോ അവർക്ക് വേണ്ടി നിങ്ങൾ നോയമ്പെടുക്കുക.
ജോലി കിട്ടാത്തതുകൊണ്ടോ അവർക്ക് വേണ്ടി നിങ്ങൾ നോയമ്പെടുത്തി. അപ്പോൾ കാണാൻ നിങ്ങൾക്ക് അത്ഭുതം കാണാൻ പറ്റും. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് പിരിഞ്ഞിരിപ്പുണ്ടോ? അവർക്ക് വേണ്ടി നോയമ്പെടുക്കും. ആർക്കെങ്കിലും കുട്ടികൾ പിറക്കാത്ത ദമ്പതികളുണ്ടോ? അവർക്ക് വേണ്ടി ഒരു ദിവസം നോയമ്പെടുക്കും. 30 ദിവസമില്ലേ? അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ വർഷത്തെ റമദാൻ വലിയ അനുഗ്രഹമായി മാറാൻ, അനേകം പേർ സത്യത്തിൻ്റെ പാതയിലോട്ട് കടന്നു വരാൻ വേണ്ടി, യഥാർത്ഥ ദൈവത്തെ അറിയുവാൻ വേണ്ടി, ഈ നോയമ്പിൻ്റെ ഫലം എന്താണെന്നറിയാൻ വേണ്ടി, എന്താണ് യഥാർത്ഥ നോയമ്പ് എന്നറിയാൻ വേണ്ടി, ഒരുപാട് അറിയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ആയത്തുൽ കുർസി, സൂറത്തിലെ ആയത്തുൽ കുർസി വളരെ പവർഫുള്ളാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ആയത്തുൽ കുർസി ചെയ്യാം. ഈ വർഷത്തെ ഈ റമദാൻ മാസത്തിൽ അനേകം സത്യം, യഥാർത്ഥ സത്യം തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ആയത്തുൽ കുർസി ചെല്ലാം. ഇപ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുൽഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العليم. ആമീൻ. തീർച്ചയായിട്ടും വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഈ വർഷം നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമാണ് ശരിയെന്ന് അറിയുന്നതിന് വേണ്ടി മാത്രം. ഇസ്ലാമാണ് ശരിയാണെന്ന് ഈ ലോകം മുഴുവനും അറിയണം. അതുപോലെ തന്നെ വേർപിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾ, നിങ്ങളെ അള്ളാഹുവാണ്, ഗോഡ് യുണൈറ്റഡ് യുവർ ഹാർട്ട്സ്. അപ്പോൾ തീർച്ചയായിട്ടും ശൈത്താനാണ് നിങ്ങളെ പിരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ശൈത്താൻ്റെ ബന്ധനം. ഇനി ഒരു കാര്യം കൂടെ, ഈ മാസത്തിൽ നരകത്തിനകത്ത് എല്ലാ ശൈത്താന്മാരെയും കയറ്റി ചങ്ങലക്കിട്ട് നരകം പൂട്ടി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മാസം ശൈത്താന്മാർക്ക് നമ്മളുടെ ഇടയിൽ യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ മാസം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാലും അല്ലാഹു നേരിട്ടെടുക്കും. അതുപോലെ തന്നെ സ്വർഗത്തിലെ 8 ഗേറ്റുകൾ തുറന്നിടുന്ന മാസമാണ് റമദാൻ മാസം. അതിലെ മെയിൻ ഗേറ്റാണ് റയ്യാൻ. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് നോക്കുന്നവർ എല്ലാവരും റയ്യാൻ ഗേറ്റ് കൂടെയാണ് കയറുന്നത്. അപ്പോൾ നമുക്ക് ഈ മാസം നമുക്ക് നല്ലതായിട്ട് നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചാൽ, എന്തിനാണ് നമ്മളെ കൂടെ നോയമ്പെടുപ്പിക്കുന്നത് അല്ലാഹു? ശൈത്താന്മാരുടെ പല കളികളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ശൈത്താനിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി, നമ്മളൊരു പുതിയ വ്യക്തികളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി, നമ്മുടെ പഴയ പാപങ്ങളൊക്കെ ക്ഷമിച്ച് നമ്മളൊരു പുതിയ വ്യക്തിയാക്കാൻ വേണ്ടിയാണ് ഈ നോയമ്പ് നമുക്കായിട്ട് തന്നിരിക്കുന്നത്, ശൈത്താൻ്റെ കയ്യിൽ നമ്മളെ വിടുവിക്കാനായിട്ട്. അതുകൊണ്ട് അതാണ് ശൈത്താന്മാരെല്ലാം പൂട്ടി കിടക്കുന്നത് നരകത്തിൽ. അപ്പോൾ ഈ ദമ്പതികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ആ ദിവസം പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ അത്ഭുതം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് അൻഫൽ 63. وألف بين قلوبهم لأنفقت ما في الأرض جميعا ما ألف بين قلوبهم ولكن الله ألف بينهم ഇന്നഹു അസീസുൻ ഹകീം. ഇത് നിങ്ങൾ ഡെയിലി പ്രാർത്ഥിച്ച് നോക്കൂ. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു സ്നേഹം കൊണ്ട് നിൽക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ഹൃദയത്തിൽ അള്ളാഹു സ്നേഹം കൊണ്ട് നിൽക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ അള്ളാഹു സ്നേഹം കൊണ്ട് നിൽക്കും. അതിനുകൊണ്ട് ഒരു പ്രാർത്ഥന. മംതഹിന 7. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഞാൻ വന്നിട്ട് 1 വർഷം ആയതേ ഉള്ളേ ഇസ്ലാമിലോട്ട്, പഠിച്ച് വരുന്നേ ഉള്ളൂ. 7 ഐസല്ലാഹു ഹയ്യജാല ബൈനകും ബൈനല്ലദീന ദൈതും മിൻഹും മവദ്ദത് വല്ലാഹു ഖലീൽ
വല്ലാഹു ഗഫൂറുർ റഹീം. യെസ്, അള്ളാഹു അത്ര പരമ കാരുണികനാണ്. അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കൂ, അള്ളാഹു വലിയ അത്ഭുതം ചെയ്യുമ്പോൾ. എന്നാൽ നോയമ്പെടുത്താൽ മാത്രം. ഈ വർഷം ഞാൻ ഇസ്ലാമായതിനു ശേഷം ആദ്യത്തെ നോയമ്പാണ്. ഇസ്ലാം ആകാതെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഞാൻ നോയമ്പ് നോക്കിയപ്പോൾ, ഒന്നും അറിയാതെ നോയമ്പ് നോക്കിയപ്പോൾ എനിക്ക് എന്തോരം ഗിഫ്റ്റുകളാണ് കിട്ടിയെന്നറിയോ. അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര ത്രില്ലാണ്. കാരണം പിന്നെ ഇസ്ലാം അതിന് ശേഷം എടുക്കുന്നതല്ലേ. എനിക്കൊന്നും വേണ്ട, ഇത് തന്നെ മതി. സന്തോഷവും സമാധാനവും എന്നും നിലനിന്നാൽ മതി. ഐ എം ഹാപ്പി. ഇങ്ങനെ എപ്പോഴും അള്ളാഹുവിനോട് കൂടെ നിന്ന് അള്ളാഹുവിൻ്റെ ഒരു ദാസിയായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കണം. അത് മതി, അത്ര മതി. അപ്പം ഈ നോയമ്പ് നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ എടുക്കണം. പിന്നെ നോയമ്പിൻ്റെ അവസാനത്തെ 10 നാള് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഭയങ്കര അനുഗ്രഹ പൂമഴയുടെ ആ ദിവസങ്ങളിൽ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്കും ഓപ്പൺ പ്ലേസിൽ വർഷിപ്പ് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കണം. അത് ഞാൻ ഖത്തറിൽ ഞാൻ പോയപ്പോൾ പോയിരുന്നു. അന്ന് ഞാനും പോയിരുന്നു. ഞാൻ ഇസ്ലാമൊന്നും ആയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര എന്താണെന്നറിയില്ല, ഞാൻ ഇസ്ലാമിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു. എന്താണ് ഇസ്ലാം എന്നറിയാനുള്ള ഒരു കൗതുകം അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയെന്ന് വെച്ചാണല്ലോ ഒരു വലിയ ഗ്രൗണ്ടാണ്. വലിയൊരു ചർച്ചിനകത്ത്. അതിനകത്ത് അങ്ങേ സൈഡിൽ പുരുഷന്മാർ, ഇങ്ങേ സൈഡിൽ അറബി സ്ത്രീകൾ. എന്ത് രസം അവരിങ്ങനെ അണിനിരന്ന് നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് അള്ളാഹുവിനെ ഇങ്ങനെ അങ്ങ് നമസ്കരിക്കുന്ന കാണുമ്പോൾ ഓഹ് അല്ലാ, ഒന്ന് കാണേണ്ടതാണ്. അതുപോലെ തന്നെ ചെന്നൈയിലും ഉണ്ട് ഒരു ചെന്നൈയിലെ ചർച്ചിൻ്റെ ഒരു ബിൽഡിങ് ഫുള്ള് ജെൻസ്. ഇപ്പോഴത്തെ ബിൽഡിങ് ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ ഫുള്ള് ലേഡീസ്. അവരും എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്ന കാണും. ഞാൻ അവിടെയും പോയിട്ടോ. ബിഫോർ ഞാൻ ഇസ്ലാം ആകുന്നതിന് മുമ്പ് ഞാൻ അവിടെയും പോകുമായിരുന്നു. റംസാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇസ്ലാം എംബ്രേസ് ചെയ്തത്. അപ്പം ഇസ്ലാം ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ ഈ 10 ദിവസത്തെ ഞാനും പോകുമായിരുന്നു വൈകുന്നേരം. ശരിക്കും ഒന്നും അറിയില്ല, നിസ്കരിക്കാൻ എനിക്ക് ശരിക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഹസ്ബൻഡൊക്കെ പറഞ്ഞ് നന്നായിട്ട് പഠിപ്പിച്ചൊക്കെ തന്നു. ഇപ്പോൾ തന്നെ എനിക്കറിയാവുന്ന പോലെ നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് വുളു ചെയ്യണമെന്ന് നിർബന്ധമാണ് കേട്ടോ. അത് ചെയ്തിട്ടേ നമ്മൾ നിസ്കരിക്കാൻ പാടുള്ളൂ. അതായത് കൈ 3 പ്രാവശ്യം, എല്ലാം 3 പ്രാവശ്യം. കൈ ആദ്യം 3 പ്രാവശ്യം, വാ 3 പ്രാവശ്യം, പിന്നെ മൂക്കിനകത്ത് വെള്ളം വെച്ചിട്ട് 3 പ്രാവശ്യം, പിന്നെ കൈ ഇവിടെ തൊട്ട് ഇവിടം വരെ 3 പ്രാവശ്യം, പിന്നെ കുറച്ച് വെള്ളം തൊട്ട് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ വരെ 3 പ്രാവശ്യം വെള്ളത്തിൽ തൊട്ടിട്ട് ഇങ്ങനെ അത് 3 പ്രാവശ്യം. പിന്നെ വെള്ളത്തിൽ തൊട്ടിട്ട് ഈ സ്മോൾ ഫിംഗറില്ലേ, ഈ സ്മോൾ ഫിംഗർ ഇങ്ങനെ ചെവിക്കകത്തിട്ടിട്ട് ഈ റൈറ്റ് ഫിംഗർ ബാക്കിൽ ചെവിയിൽ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ തിരുമ്മിയെടുക്കുക. അങ്ങനെ അത് 3 പ്രാവശ്യം ടിക് ടിക് ടിക്. അത് പിന്നെ കാലിൻ്റെ പാദമില്ലേ, വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് 3 പ്രാവശ്യം. ഇതാണ് വുളു. ഓക്കെ, അപ്പോൾ വുളു ചെയ്തിട്ട് വേണം നിസ്കരിക്കാൻ. ഞാനത് ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എങ്കിലും ആ മുസ്ലിംസിന് വേണ്ടിയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തന്നാലും നിങ്ങൾ അത് ഇച്ചിരി ബെറ്ററായിട്ട് അറിയണമെങ്കിൽ നെറ്റിൽ ഉസ്താദുകൾ നല്ല ഡീസൻ്റായിട്ട് നല്ല കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് നോക്കി എൻ്റെ കണ്ടതിന് ശേഷം അതുങ്ങളെ കണ്ട് കറക്റ്റ് ചെയ്യുക. ഞാനത്ര എക്സ്പേർട്ടൊന്നുമല്ല, എങ്കിലും നമുക്ക് അറിയാവുന്നതൊക്കെ നമ്മൾ ഇമ്പാർട്ട് ചെയ്യുക. എന്നാലും ഞാൻ തെറ്റൊന്നുമല്ല. ഓക്കെ, അപ്പോൾ വുളു ചെയ്തിട്ട് വേണം നിസ്കരിക്കേണ്ടത്. എന്തെങ്കിലും 4 വായിക്കുക. ഈ സമയങ്ങളിൽ എല്ലാവരും നമുക്ക് അല്ലാഹുവിനെ അറിയാൻ സാധിക്കും. പിന്നെ നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോൾ നമ്മൾ അർഹതയുള്ളവർക്ക് മാത്രമേ നമ്മൾ ചാരിറ്റി ചെയ്യാൻ പാടുള്ളൂ. ദൈവവിശ്വാസിയെ മാത്രമേ സഹായിക്കാൻ പാടുള്ളൂ എന്ന് ബൈബിളിലുമുണ്ട്, ഖുറാനിലുമുണ്ട്. ഒരു ദൈവവിശ്വാസിയെ നമ്മളെല്ലാവരും പെട്ടെന്നായിരിക്കും പാവങ്ങളെ സഹായിക്കുക. പെട്ടെന്ന് എല്ലാവരും അനാഥാലയത്തിലിട്ട് ഓടുന്നത്. സത്യത്തിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ എല്ലാം മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ അരി വാങ്ങിക്കാനും എന്തുമാത്രം ബുദ്ധിമുട്ട് എന്നാൽ അവർക്ക് നമ്മളോട് ചോദിക്കാനും പറ്റില്ല. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അവരുമായിട്ട് ചോദിച്ചറിഞ്ഞ് അവരുടെ വിഷമങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അർഹതപ്പെട്ടവരെ മാത്രമേ ചാരിറ്റി ചെയ്യാൻ പാടുള്ളൂ. വെറുതെ ഇത് ചാരിറ്റി ചെയ്ത് മുസ്ലിമിൻ്റെ 5 പില്ലേഴ്സിൽ ഒന്നാണല്ലോ ചാരിറ്റി എന്നുണ്ട്, ആർക്കെങ്കിലും കൊടുത്താക്കാം. ചുമ്മാ ദൈവത്തിനെയും വിഗ്രഹത്തിനെയൊക്കെ വണങ്ങുന്നതിൻ്റെയൊക്കെ എന്തിനാ അല്ലേ? അതാണ് ശരി കേട്ടോ. ദൈവവിശ്വാസികളെ നമുക്ക് ചാരിറ്റി ചെയ്യാം.
അപ്പം ഈ വർഷത്തെ റമദാൻ മാസം എല്ലാവരുടെയും സങ്കടങ്ങൾ മാറിപ്പോകാനായിട്ടും എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയാനായിട്ടും ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹങ്ങളും എല്ലാവരുടെയും സ്വപ്നങ്ങളും എല്ലാം അള്ളാഹു നിങ്ങൾക്ക് എല്ലാം നന്മയ്ക്കാക്കി മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എനിക്ക് വേണ്ടിയും ദുആ ചെയ്യുക. ധാരാളം നല്ല നോയമ്പ് മാസത്തിൽ മെൻസസ് ആയവർ നോയമ്പെടുക്കാൻ പാടില്ല. അത് 5 ദിവസമാണ്, 6 ദിവസമാണ്. നിങ്ങൾ എത്ര ദിവസമാണ് നിങ്ങൾ നോയമ്പെടുക്കാതിരിക്കുന്നത് അത്രയും ദിവസങ്ങൾ നിങ്ങൾ നോയമ്പിന് ശേഷം 30 ദിവസത്തിന് ശേഷം 7 ദിവസം നോയമ്പെടുത്ത് കടം വീട്ടുക. ആരായാലും നമുക്കൊരു നോയമ്പ് പോയാൽ അത് കടം വീട്ടണം. അത് നിർബന്ധമാണ് 30 ദിവസം കഴിഞ്ഞതിന് ശേഷം. യാത്ര ചെയ്യുന്നവർക്ക് അവരുടെ ഇഷ്ടം. അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഇതെടുക്കാം, നോയമ്പെടുക്കാം. പക്ഷേ 2 രക്കാസ് മതി. എല്ലാത്തിലും 2 രക്കാസ് ചെയ്യാൻ മതി എന്ന് പഠിക്കും. നിങ്ങളുടെ നോയമ്പിൽ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കുമെന്ന വിശ്വാസത്തോടെ അസ്സലാമു അലൈക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ. മാഷാ അല്ലാഹ്. Truly He is the one, He has no father or son. Truly He is the one, He has no father or son. Everything in creation was by Him begun. Everything in creation was by Him begun. With His infinite power, anything could be done. With His infinite power, anything could be done. Ask Allah for His pardon, Ask Allah for His pardon, and you'll enter the garden. Before Him there were none, of partners He has none. Before Him there were none, of partners He has none. He knows what is apparent and what is hidden. He knows what is apparent and what is hidden. All the fate of creation has already been written. All the fate of creation has already been written. His will is always done, His will is always done, and can never be undone. Allahu, Allahu, Allah.